ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? ഈ കഴിഞ്ഞ ഡിസംബർ മാസം എൻ്റെ ഒരു അനിയത്തിയുടെ കല്യാണം ഉണ്ടായിരുന്നു. സോ അന്ന് അവളുടെ കല്യാണത്തിന് എടുത്തു വെച്ച വീഡിയോ ആണ്. ഡിസംബർ കഴിഞ്ഞ് ജാനുവരിയിൽ ഇൻറ്റേൺഷിപ്പും പിന്നെ കോളേജും വർക്കും ഒക്കെ ആയിട്ട് എനിക്ക് എന്തോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉള്ള വീഡിയോസാണ്. സോ ഐ തോട്ട് എന്തായാലും എഡിറ്റ് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കല്യാണത്തലേന്ന് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ മൂത്ത മാമയുടെ വീട്ടിലായിരുന്നല്ലോ സ്റ്റേ. അങ്ങനെ അവിടെ നിന്ന് രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ കല്യാണ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കല്യാണ പെണ്ണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ മാമയുടെ വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്. അങ്ങനെ എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് വലിയ കാര്യമായിട്ട് എനിക്ക് മുടിയൊക്കെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റുവായും മേടിച്ചു, റുവാനെയും കുളിപ്പിച്ച് റെഡിയായി നമ്മളിനി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നുണ്ടായത്. അങ്ങനെ വഴി വെച്ച് വാപ്പായെ കെട്ടി അങ്ങനെ നമ്മൾ കാറിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും തന്നെ നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.
കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറി നമ്മളിത് ചെക്കൻ്റെ വീട്ടിലെ റിസപ്ഷന് വേണ്ടി പോകാൻ പോവാണ് കേട്ടോ. വൈകുന്നേരം നമ്മുടെ കസിൻസ് എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സാണ് ഇടുന്നത്. ചെറിയ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാനും റുവായും ട്വിന്നിങ് ആണ്. നമ്മൾ മാത്രമല്ല ഡ്രസ് കോഡ് ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ഉമ്മാമാരും ഇന്ന് ഡ്രസ് കോഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മൂത്ത മാമിയാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും തുണി തച്ചിട്ടുണ്ടായിരുന്നത്. ഈ റിസപ്ഷൻ്റെ പോക്കിലെ ഏറ്റവും വലിയ സ്പെഷ്യൽ പാർട്ട് എന്താണെന്നറിയോ? അത് നമ്മൾ പോകാൻ പോകുന്ന ബസ്സാണ് ഗൈസ്. അതെ, നമ്മളിന്ന് KSRTC ബസ് റെൻറ്റിനെടുത്തിട്ടാണ് നമ്മുടെ ചെക്കൻ്റെ വീട്ടിലോട്ട് പോകാൻ പോകുന്നത്. ഇതുപോലൊരു വൈബ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? അതെ, നമ്മൾ കുറച്ച് വൈബുള്ള ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ KSRTC ബസ്സിലാണ് ഇന്ന് എല്ലാവരും പാട്ടും പാടി പോകാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഞാനും നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ KSRTC ബസ് റെൻറ്റിനെടുത്തൊരു പരിപാടിക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടല്ലോ. സോ നമ്മൾ അടിപൊളിയായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് പോകാമെന്നുള്ള മൂഡിലാണ് കേട്ടോ എല്ലാവരും കയറുന്നത്. അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് തന്നെ ചെക്കൻ്റെ വീട്ടിലെത്തി. റുവാക്കുട്ടി വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഉറക്കമായിട്ടോ. പിന്നെ വന്ന പാടെ നമ്മൾ അവിടെ ഒരു മുറിയിൽ കൊണ്ട് കിടത്തി. ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെ ബൈ ബൈ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മമാടെ വീട്ടിലേക്ക് പോകുന്നില്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡിസംബർ 21-ാം തീയതി എടുക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ അവളുടെ കല്യാണം 21-ാം തീയതിയാണ്. 22-ാം തീയതി എൻ്റെ കോളേജിൽ ക്രിസ്മസ് പ്രോഗ്രാമാണ്. സോ എനിക്കത് മിസ് ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ട് എല്ലാവരുടെ അടുത്തും ബൈ ബൈ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. സോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.